ഹായ് മക്കളെ, നമ്മളെ ടാർഗറ്റ് നീറ്റ് ക്യാമ്പസിലേക്ക് ആകാംക്ഷയോടെ കൂടി വരാൻ കാത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അല്ലെ. അവർക്കൊക്കെ ഒരു ആങ്സൈറ്റി ഉണ്ടാവും, എങ്ങനെയായിരിക്കും ക്യാമ്പസ്. ചിലർ കണ്ടിട്ടുണ്ട്, ചിലർ കാണാത്തവരുണ്ട്. അപ്പൊ ക്യാമ്പസ് എങ്ങനെയായിരിക്കും, നമ്മൾക്ക് കുറെ വീഡിയോസിലൊക്കെ ക്യാമ്പസിനെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പഠനം കൊണ്ടുപോവുക, എന്തായിരിക്കും അതിന്റെ മെത്തേഡ്, എങ്ങനെ കുറെ ആങ്സൈറ്റികൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം. അതിന്റെ ഒരു ദൂരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന മക്കൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. എന്തായിരിക്കും ഇനി റിപ്പീറ്റഡ് പ്രോഗ്രാമിൽ ഉണ്ടാവുക എന്നുള്ള കുറിച്ച്. പക്ഷെ റിപ്പീറ്റ് സംബന്ധിച്ചു, അതായത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന മക്കളെ സംബന്ധിച്ചിട്ട് ഈ ഒരു പ്ലാൻ അല്ല നമുക്ക് ഉണ്ടാവുക. വേറെ അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് നാളെ മറ്റന്നാളോ ആയിട്ട് അതിന്റെ വീഡിയോ ഇറങ്ങുന്നതാണ്. അപ്പൊ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മളെ വിശാലമായ ക്യാമ്പസ്, നമ്മൾ ചിത്രത്തിൽ കണ്ട പോലെ ഭയങ്കര ആംബിയൻസ്, പഠിക്കാൻ ആംബിയൻസ് ഉള്ള ഒരു വിശാലമായ ക്യാമ്പസ് ആണ് നമ്മുടെ ടാർഗറ്റ് നീറ്റ് ക്യാമ്പസ് എന്ന് പറയുന്നത്. അതൊരു ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണ്. പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസിനും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഗേൾസ് ഓൺലി ക്യാമ്പസ് ആക്കി നമ്മൾ മാറ്റിയത്. അതും പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളെ മാത്രമാണ് നമ്മൾ അവിടേക്ക് എടുക്കുന്നത്. മാർക്ക് എന്നുള്ളതല്ല, നീറ്റിന് അത്രയും താല്പര്യമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള മക്കളെ അവരെ സംസാരിച്ചുകൊണ്ട്, അവരോട് സംസാരിച്ച് ആ ഒരു ഐഡിയ കിട്ടുന്ന രീതിയിലാണ്, അവരെ മാത്രം ചൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കുട്ടികൾക്ക് നമ്മൾ ആദ്യമായിട്ട് അവരുടെ ഫൗണ്ടേഷൻ എന്താണ്, അവരുടെ ലെവൽ എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവില്ല. ആ ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യും. അത് തുടങ്ങി കഴിഞ്ഞിട്ട് ജൂൺ 3-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ക്യാമ്പസിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ജൂൺ 3-ാം തീയതി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്ക് വീണ്ടും എന്തുണ്ടാവും, ഫൗണ്ടേഷൻസിന്റെ പ്രാക്ടീസും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ആ ഒരു അടിസ്ഥാന കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യും, തറവാക്കി മാറ്റുന്ന രീതിയിലായിരിക്കും ഇനീഷ്യലി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടഫുള്ള ഏരിയാസ്, ടഫുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങളോട് നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പാരലായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മൾ ഇനീഷ്യൽ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ കാര്യങ്ങൾ വരുന്നത് വെച്ചാൽ നമുക്കറിയാം, ക്ലാസ് ഒരു ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാവും. നമുക്ക് ഒരു 1 ഇയർ പ്ലാൻ ഉണ്ട്. ഇങ്ങനെ തുടങ്ങി നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ, ഒരു മെത്തേഡിലായിരിക്കും നമ്മളുടെ നീറ്റിന്റെ ഒരു ഷെഡ്യൂൾ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം പോവുക എന്ന് പറയും. പല ക്ലാസ്സുകൾ എടുക്കുക, ഒരു ചാപ്റ്റർ കഴിയുക, പിന്നെ വീക്ക്ലി എക്സാംസ്, അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ പോകുന്ന പല സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു 1 ഇയർ പ്ലാനും അതേപോലെ ഡെയിലി ഷെഡ്യൂളും നിങ്ങൾക്ക് മന്ത്ലി പ്ലാനും ഒക്കെ ആയിട്ട് കറക്റ്റ് ആയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവാന്ന് പറയും. അപ്പൊ ഈ ഒരു 1 ഇയർ പ്ലാനിലേക്ക് അല്ലെങ്കിൽ ഡെയിലി ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഡെയിലി ഷെഡ്യൂൾ ഉണ്ടാവുക നമ്മൾ 5 മണിക്കാണ് നിങ്ങൾ ഹോസ്റ്റലിൽ നിങ്ങൾ എണീക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. 5 മണി മുതൽ ഒരു 7:30 വരെ ആയിരിക്കും നിങ്ങളുടെ രാവിലത്തെയുള്ള പഠനം എന്ന് പറയുന്നത്. ഈ ഒരു ടൈം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 to 8 നിങ്ങളെ ബ്രേക്ക് ടൈം ആണ്. അത് കഴിഞ്ഞ് 8:30 മുതൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. 8:30 ഓൺവേർഡ്സ് അപ് ടു 4 o'clock വരെയാണ് നിങ്ങളുടെ ക്ലാസ് ഷെഡ്യൂൾ ഉണ്ടാവുക. ഇൻ ബിറ്റ്വീൻ ബ്രേക്ക്, ലഞ്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് 4 മണി വരെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് എന്തുണ്ടാവും, ഡെയിലി എക്സാംസ് ഉണ്ടാവും. അന്ന് എടുത്ത ടോപ്പിക്സ് പിറ്റേന്ന് അതിന്റെ നെക്സ്റ്റ് ഡേ ആയിരിക്കും നമുക്ക് അതിന്റെ എക്സാം ഉണ്ടാവുക. അത് നിങ്ങൾ രാവിലെയും ഈ ഈവനിങ് ഒക്കെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ടീച്ചേഴ്സ്, നിങ്ങൾക്കുള്ള ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഒരു 2 hours നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. അത് നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി. നമ്മൾ ഒരുപാട് കുട്ടികളെ എടുക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഏറ്റവും മാക്സിമത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കെയറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസും കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4:30 പിന്നെ ടൈമിൽ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡെയിലി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 4:30 നിങ്ങൾക്ക് ഫ്രീ ആണ്. 4:30 to 6 മണി വരെയുള്ള ടൈമിൽ നിങ്ങളുടെ നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ വിളിക്കാനുണ്ടെങ്കിൽ അത് നമ്മളുടെ ഫോൺ ഉണ്ടാവും. നിങ്ങൾക്ക് ഫോൺ അലൗഡ് അല്ല. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടുകാരെ വിളിക്കുക. ഇനീഷ്യലി നിങ്ങൾ ഡെയിലി വിളിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്കിലി 1 or 2 പ്രാവശ്യമൊക്കെ വിളിക്കുന്ന രൂപത്തിലായിരിക്കും. അത് നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറയുന്ന രൂപത്തിലായിരിക്കും. അപ്പൊ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവിടെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അത് പക്ഷേ നിങ്ങളെ സ്ട്രാറ്റജിക്കലി അതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും, നിങ്ങളുടെ ടൈമിന് വാല്യൂ കൽപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ 4:30 to 6 ഉള്ള ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഇതിന്റെ ടൈം വരിക. 6 മണി മുതൽ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠനത്തിന്റെ ടൈമാണ്. 6 to 10:30 to 10:40 വരെ ആയിരിക്കും നിങ്ങൾ പഠിക്കുക. അത് നിങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്നിട്ടല്ല പഠിക്കുക. നമുക്കറിയാം, ഹോസ്റ്റലും ക്യാമ്പസും അത് ക്ലാസ്സുകളും ഒക്കെ വരുന്നത് ഒരേ ക്യാമ്പസിലാണ്. നിങ്ങൾക്ക് ട്രാവലിങ്ങോ അങ്ങനത്തെ ഒരു കാര്യവും വരുന്നില്ല. അവിടെ തന്നെ ആയിരിക്കും കംപ്ലീറ്റ് വലിയ ക്യാമ്പസിൽ നിങ്ങൾക്ക് വിശാലമായിട്ട് പഠിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, 6 മണി മുതൽ 10:40 വരെ നിങ്ങൾക്കുള്ള ആ ഒരു സ്റ്റഡി ഹാളിൽ വെച്ചിട്ടാണ് നിങ്ങളെ പഠനം കൊണ്ടുപോകേണ്ടത്. ഹോസ്റ്റലിൽ കടന്നു പഠിച്ചോ അല്ലെങ്കിൽ ഇരുന്ന് പഠിച്ചിട്ട് ഉറങ്ങി പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ കുറെ വീഡിയോസ് കണ്ടിട്ട് പഠിക്കുന്ന അതൊന്നും അല്ല നമ്മൾ ചെയ്യുക. നമ്മൾ കറക്റ്റ്
കറക്റ്റ് ആയിട്ട് ഓഫ്ലൈൻ മെത്തേഡിലൂടെ നിങ്ങൾ പഠിച്ചിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക 10:40 ആകുമ്പോൾ നിങ്ങൾ പോയി കടന്നുറങ്ങുന്ന രൂപത്തിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് കടന്നുറങ്ങി വീണ്ടും രാവിലെ ഈ ഷെഡ്യൂളുമായിട്ട് എന്ത് ചെയ്യും നമ്മൾ വീണ്ടും വരുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഡെയിലി ഷെഡ്യൂളാണ് നമുക്കുള്ളത്. ഈ ഒരു ദിവസം തന്നെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നത് നീറ്റിൽ തന്നെ 15 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള നീറ്റ് ഫാക്കൽറ്റീസ് ആണ്. അവർ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ആണ്. അതല്ലാതെ അവർ എവിടെന്നെങ്കിലും IIT പഠിച്ചോ അല്ലെ NIT പഠിച്ചോ മെഡിക്കൽ കോളേജിൽ പഠിച്ചോ എന്നുള്ള ഒരു ബ്രാൻഡ് അല്ല അവർക്കുള്ളത്. അവരുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് നീറ്റിലെ 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മളെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുക്കാൻ വരുന്നത്. അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് NCERT ഒക്കെ അവർക്ക് തറവായിരിക്കും. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT ബേസ് നീറ്റിന്റെ സിലബസ് ബേസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി തന്നിട്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഏത് എന്താ പറയുക തരത്തിലുള്ള ഡൗട്ടുകളും അപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ യാതൊരു പേടിയും പഠിക്കേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതേപോലെ NCERT നിങ്ങളുടെ കയ്യിൽ വേണോ, അത് വെച്ചിട്ടായിരുന്നു നമ്മൾ പഠനങ്ങൾ മുന്നോട്ട് പോകുക. അതുപോലെ നിങ്ങളുടെ ആഡ് ഓൺ മെറ്റീരിയൽസ്, മൈൻഡ് മാപ്പുകൾ, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പൊ ഈ ഒരു തരത്തിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് എന്താണ് നിങ്ങൾ ടീച്ചേഴ്സ് നിങ്ങൾ അലൈൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് യാതൊരു പേടിയില്ലാതെ ഡെയിലി പഠിച്ച് അതിന്റെ എക്സാംസും ഡെയിലിയാണ്. പല സെന്ററുകളിലും ഡെയിലി എക്സാംസ് ഇല്ല, വീക്കിലി ഒക്കെയാണ് എക്സാംസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഡെയിലി, അതും NCERT ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ പേജ് നമ്പർ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് എക്സാമുകളിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കറക്റ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സാധനമാണെന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ട്. അപ്പൊ ഡെയിലി നമ്മൾ പഠിക്കുന്നു. പിന്നെ വീക്ക്ലി നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും ലീവ് ആയിരിക്കും ഉണ്ടാവുക. അതെന്തെങ്കിലും ആൾട്രേഷൻ വരുന്ന സമയത്ത് ആ ഒരു ദിവസം വേറൊരു ദിവസത്തേക്ക് മാറ്റിയിട്ട് ലീവ് ഉണ്ടാവും. വീക്ക്ലി വൺസ് ഒരു ഒഴിവുണ്ടാവും. അത് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് എന്ത് വീക്ക്ലി എക്സാംസും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒഴിവും കിട്ടുന്നത്. അപ്പോൾ വീക്ക്ലി ഒരു ലീവ്, അതിനുശേഷം പിറ്റേ ദിവസം എക്സാംസ്, ആ രീതിയിലാണ് വീക്ക്ലി ഷെഡ്യൂൾ പോകുന്നത്. പിന്നെ മന്ത്ലി ആവുന്ന സമയത്ത് നമ്മൾ ക്ലബ്ബ് ചെയ്തുകൊണ്ട് മെഗാ ടെസ്റ്റുകൾ, ജിഗാ ടെസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള ടെസ്റ്റുകൾ മന്ത്ലി വൈസ് നിങ്ങൾക്ക് എന്തുണ്ടാവും കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആഡ് ഓൺ ആയി പഠിച്ച് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഡിസംബർ ആകുമ്പോഴത്തെ നമ്മളൊരു ഇയർ പ്ലാനിലേക്ക് വരികയാണെങ്കിൽ ഡിസംബർ ലാസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ടോപ്പിക്സ് നിങ്ങളുടെ കംപ്ലീറ്റ് ആവും. ആ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു മോഡൽ എക്സാം നടത്തും. ആ മോഡൽ എക്സാമിൽ നിങ്ങളുടെ കാലിബർ ചെക്ക് ചെയ്യും. എത്രത്തോളം നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഏതൊക്കെ പാർട്ടുകളാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കേണ്ടത്, നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും അസസ് ചെയ്തിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആക്കി തന്നിട്ട് നിങ്ങളെ വീണ്ടും റിവിഷൻ പാറ്റേണിലൂടെ കടത്തിക്കൊണ്ടുപോകും. ആ റിവിഷൻ പാറ്റേണിൽ ഈ ഒരു സെയിം ടീച്ചേഴ്സിന് എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻസ് കാര്യങ്ങളൊക്കെ തരും സെയിം ചാപ്റ്ററിൽ. അതിന്റെ കൂടെ പാർട്ട് ബൈ പാർട്ട് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അതായത് ചാപ്റ്റർ ക്ലബ് ചെയ്തുകൊണ്ട് 2-3 ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്തുകൊണ്ട്, പിന്നെ അത് എന്താ പറയുക +1 കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന് ക്ലബ്ബ്, അതേപോലെ +2 കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന് ക്ലബ്ബ് ചെയ്തുള്ള എക്സാംസ്, ഇങ്ങനെ രീതി റിവിഷന്റെ ടൈമിൽ കംപ്ലീറ്റ് മാക്സിമം പ്രാക്ടീസ് നിങ്ങൾക്ക് ലഭിക്കുന്ന രൂപത്തിലാണ് നമ്മൾ അതിനെ അലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റിവിഷൻ പ്ലാൻ കൂടി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് നല്ലോണം കോൺഫിഡന്റ് ആവും. പിന്നീട് നിങ്ങൾക്ക് വേണ്ടത് മോഡൽ എക്സാംസുകളാണ്. അതും NCERT സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള നീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള നീറ്റിന്റെ പാറ്റേൺ, അത് സെഷൻ റീസൺ, സ്റ്റേറ്റ്മെന്റ്, മാച്ച് ദ ഫോളോയിങ് തുടങ്ങിയിട്ടുള്ള നീറ്റിന്റെ അതേ പാറ്റേണിലുള്ള എക്സാമുകളായിരിക്കും നിങ്ങൾക്ക് മോഡൽ ടെസ്റ്റുകളായിട്ട്. അത് ഏകദേശം മിനിമം 20 നമ്പേഴ്സ് എങ്കിലും നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും നമ്മൾ എക്സാം എഴുതിപ്പിച്ചിട്ട് അത് നിങ്ങളുടെ എന്ത് ചെയ്യുക ഏപ്രിൽ മാസത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത് തീർത്ത് അവിടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. 4-5 ദിവസം മുന്നേ മാത്രമേ വീട്ടിലേക്ക് പോകുള്ളൂ. അവിടെയും ചില കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകണ്ടെന്ന് ആ ടൈമിൽ പറയുന്ന കുട്ടികൾ അവരെ നിർത്തിക്കൊണ്ട് അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും കൊടുക്കുന്ന രൂപത്തിലാണ് നമ്മളുടെ ഒരു 1 ഇയർ പ്ലാന് പോകുന്നത്. ഇത്തരത്തില് കംപ്ലീറ്റ് പ്ലാൻഡ് ആയിട്ട് അടിപൊളിയായിട്ട് നല്ല വൈബോട് കൂടി പഠിക്കാൻ പറ്റുന്ന, ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസിന്റെ അടുത്ത് പഠിക്കാൻ പറ്റുന്ന, അവരോട് ഡൗട്ട് ചോദിച്ച് പഠിക്കാൻ പറ്റുന്ന ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അത് പ്രത്യേകം പറയുന്നത് ഓരോ കുട്ടിയും സ്പെസിഫിക് ആയിട്ട് നോക്കിക്കൊണ്ട്, അതല്ലാതെ ബൾക്ക് ഓഫ് സ്റ്റുഡൻസിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലല്ല, ഓരോ കുട്ടികൾക്കും അവർക്കുള്ള ഡെവലപ്മെന്റുകൾ കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടാതെ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലം ആണ് എക്സാം ഹാളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിന് നമ്മൾ സ്ഥിരമായിട്ട് അഡ്രസ് ചെയ്യും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സാമിൽ ടൈം
ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട, അതിനെ എങ്ങനെ മാനേജ് ചെയ്യും, കറക്റ്റ് സ്ട്രാറ്റജീസ് ഉണ്ട് ഓരോ എക്സാമും. അതായത് ഈ സിമ്പിൾ ആണെങ്കിലും ഹാർഡ് ആണെങ്കിലും അത് മീഡിയം ടൈപ്പ് ആണെങ്കിലും എങ്ങനെ നിങ്ങൾ ടൈമിനെ മാനേജ് ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതേപോലെ ആ ഒരു റൂളിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കാനും അത് അറ്റൻഡ് ചെയ്യാനും എന്നിട്ട് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സോളം എന്താ പറയാ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന രൂപത്തിലാണ് നമ്മളുടെ ഒരു പ്ലാനിങ് മുന്നോട്ട് കൊണ്ടുപോകുക. അതേപോലെ അതിനപ്പുറത്തേക്ക് എക്സാമിൽ ഉണ്ടാകുന്ന കുറെ പേടികളുണ്ട്. കുറെ കുട്ടികൾക്ക് എക്സാം എഴുതി എന്താ പറയാ ശീലമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ കിട്ടൂല. എക്സാം ഹാളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ എന്നുള്ള രീതിയിൽ പറയുന്ന രൂപത്തിലുള്ള കുറെ മക്കൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ നമ്മൾ അഡ്രസ് ചെയ്യാറുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് നമ്മൾ അവിടെ എന്താ പറയാ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് എങ്ങനെയാണ് കറക്റ്റ് ഒരു എക്സാം ഹാളിൽ നിങ്ങൾ എക്സാം എഴുതി തീർത്തിട്ട് അവിടെ തന്നെ എങ്ങനെയാണ് ചെക്കിങ് റീചെക്കിങ് ചെയ്യേണ്ടത്, അതിനൊക്കെയുള്ള ടൈം എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അപ്പൊ 1, 2, 3 പ്രാവശ്യം റിവിഷൻ ക്വസ്റ്റ്യനിലൂടെ പോകുന്ന സമയത്ത് തന്നെ മക്കൾക്ക് ഈ പുറത്തിറങ്ങിയിട്ട് കിട്ടുന്നു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം എക്സാം ഹാളിന്റെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ മാറ്റി കൊടുക്കുന്ന രൂപത്തിലേക്ക് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ തന്നെ മാക്സിമം അവരുടെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് മാർക്കുകളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത്തരത്തില് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, നമ്മൾ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഓൾറൗണ്ട് ഡെവലപ്മെന്റ് അല്ല, ഒരു കോച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോച്ച് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് അവരുടേതായ കാലിബർ ഉണ്ടാവും. ആ കാലിബറിനെ വളർത്തിക്കൊണ്ടുവരുന്നതിലാണ് ഒരു കോച്ച് എന്ന് പറയുന്നത്. അതല്ലാതെ ആ കാലിബർ അനുസരിച്ച് കുട്ടി പഠിച്ചിട്ട് കുട്ടി നേടിയെടുക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആ കോച്ചിങ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസൾട്ട് അല്ല, മറിച്ച് ആ കുട്ടിയുടെ കാലിബറിന് അപ്പുറത്തേക്ക് അവരുടെ പ്രോബ്ലംസിനെ കൂടി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ കൂടി കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കോച്ച് എന്നുള്ള നിലക്ക് നമ്മൾ അവിടെ ഇടപെടലുകൾ വരിക. അങ്ങനെ ഇടപെടലുകൾ നടത്തുമ്പോൾ അവർക്ക് എത്രയാണോ ഇപ്പൊ കിട്ടുന്ന മാർക്ക് അതിന്റെ ഒരു 50ഓ 100ഓ മാർക്ക് നമുക്ക് കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളൊരു കോച്ച് ആവുന്നത്, അല്ലെങ്കിൽ അതൊരു കോച്ചിങ് സെന്റർ ആവുന്നത്. അതേപോലെ ആ ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. ആ ഓരോ കുട്ടിയെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഒരു കോച്ചിങ് സെന്റർ ആയിട്ട് മാറുന്നത്. അത്തരത്തിൽ നമ്മളുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പോയി ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും നല്ലൊരു മാർക്കിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം അടുത്ത നീറ്റിന് മെയ് അടുത്ത ഞായറാഴ്ച ഫസ്റ്റ് സൺഡേ വരുന്ന 2025 ഫസ്റ്റ് സൺഡേ വരുന്ന എക്സാമിൽ എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ മക്കൾക്കും എന്ത് ചെയ്യാൻ നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. ചൂസ് ചെയ്യുമ്പോൾ ഒരു കോച്ചിങ് സെന്റർ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടാർഗറ്റ് നീറ്റ് ക്യാമ്പസ് ചൂസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ വ്യക്തമായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യുക, ടാർഗറ്റിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതേപോലെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ആഗ്രഹമുള്ള നീറ്റിന് നേടാൻ ആഗ്രഹമുള്ള ആഗ്രഹമുള്ള മക്കൾക്ക് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാം നല്ലൊരു നീറ്റ് ആശംസിക്കുകയാണ്. ഇത്തരത്തിൽ നല്ലൊരു കോച്ചിങ് സെന്റർ ചൂസ് ചെയ്തിട്ട് അടിപൊളി ഒരു പ്ലാനിങ്ങോട് കൂടി നീറ്റ് 2025 നേടിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നല്ല ആശംസകൾ. ഇറ്റ്സ് മീ സംജിത് സൈനിങ് ഓഫ്. നേടാൻ നമുക്ക് നീറ്റ് ടാർഗറ്റിനോടൊപ്പം.